ഹലോ ഡിയർ ഫ്രണ്ട്സ്, വളരെ മനോഹരമായ മെലസ്റ്റോമ പ്ലാന്റിനെ പറ്റിയാണ് കേട്ടോ നിങ്ങളുമായി ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല വെള്ള കളറിലുള്ള മെലസ്റ്റോമയാണിത് കേട്ടോ. ഇതിൻ്റെ 3 വെറൈറ്റീസൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ അതൊക്കെ ചെറുതാണ്. നല്ല വയലറ്റ് കളറ്, പിന്നെ ലൈറ്റ് പിങ്ക്, അതൊക്കെ വളരെ ചെറുതാണ്. ഇപ്പോൾ ഇതിൽ മാത്രമാണ് കേട്ടോ നിറഞ്ഞ് ഫ്ലവറൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഞാൻ ഒരാഴ്ചയൊക്കെ മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സമ്മർ സീസണിലാണ് ഇതിൻ്റെ എനിക്കൊരു തൈ കിട്ടിയത്. ഇതിൻ്റെ കമ്പായിരുന്നു കേട്ടോ തൈയാക്കിയിട്ട് എനിക്ക് തന്നത് അവർ. മുളപ്പിച്ചിട്ടൊക്കെ കവറിൽ കുത്തി മുളപ്പിച്ചിട്ട് 2 പ്ലാന്റ് എനിക്ക് തന്നതാണ് കേട്ടോ അതിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി. അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ പൂവൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഫ്ലവറിംഗ് ഒക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് ഞാനിതിന് ജൈവ ഫെർട്ടിലൈസർ മാത്രമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല വെയിലത്ത് തന്നെയായിരുന്നു കേട്ടോ ഇത് പോട്ടിൽ വെച്ചിരുന്നത്. കടലപ്പിണ്ണാക്കിൻ്റെ തെളിവെള്ളമൊക്കെ ഡയല്യൂട്ട് ചെയ്ത് ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെ ആ സമയത്ത് ഇതിനൊക്കെ ഒഴിക്കുകയായിരുന്നു. പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു, എല്ലുപൊടി, അങ്ങനെ എല്ലാം കൂടിയുള്ള മിക്സ് ചെയ്ത് പോട്ടിൽ മിക്സ് ചെയ്ത് ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവ പോട്ടിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്ലാന്റ് നട്ടുകൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3 മാസം കൊണ്ട് തന്നെ ഇതിൽ നിറയെ ഫ്ലവറൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ കമ്പുമ്മലും നിറയെ ഫ്ലവറുമാണ്, പിന്നെ മൊട്ടുമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലവറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് താഴെ നിന്ന് തന്നെ വെട്ടിക്കൊടുക്കണം. അപ്പോൾ നല്ല ബുഷായിട്ട് തന്നെ വളർന്നുകൊള്ളും. നല്ല സൂര്യപ്രകാശമൊക്കെ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് മെലസ്റ്റോമ. വയലറ്റ് കളർ മെലസ്റ്റോമയും വെള്ള കളർ മെലസ്റ്റോമയും ഒക്കെ നിറയെ പൂക്കളൊക്കെ കൊണ്ടിരിക്കുന്ന ചെടിയാണ്. പക്ഷേ എങ്കിൽ വയലറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെറിയൊരു പ്ലാന്റാണ് കേട്ടോ. വലിയ പ്ലാന്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് നശിച്ചു പോയി. വീണ്ടും ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലത്തെ മെലസ്റ്റോമ പ്ലാന്റൊക്കെ കിട്ടുകയാണെങ്കിൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ എല്ലാവരും ഒന്ന് കൊണ്ടുപോയി വയ്ക്കുക. നഴ്സറീസിനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിന് നല്ല വിലയൊക്കെ ഉണ്ട്. ചെറിയൊരു പ്ലാന്റിനൊക്കെ 150 റുപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമ്പൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ സാഫ് ഉണ്ടല്ലോ, സാഫിൽ കമ്പൊക്കെ മുക്കി വെച്ച് നട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ചോളും. പിന്നെ ഇത് എൻ്റെ അടുത്തുള്ള യെല്ലോ കളർ എപ്പീഷ്യയാണ് കേട്ടോ. ഇതിൽ ഫ്ലവറൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ. ഇതൊരു നാടൻ റോസാണ് കേട്ടോ. ഇതിലൊക്കെ ഇഷ്ടം പോലെ പൂക്കളുണ്ട്. നാടൻ റോസൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിന് കീടശല്യമൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്